ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഭൂമി വാങ്ങിയതിനു ശേഷം നിർബന്ധമായും ചെയ്യേണ്ട 5 പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ്. പലരും വസ്തു വാങ്ങി രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ എല്ലാം തീർന്നുവെന്ന് കരുതുന്നു. പക്ഷേ അതിനുശേഷം ചെയ്യേണ്ട ചില പ്രധാന നിയമ നടപടികൾ ചെയ്യാത്താൽ പിന്നീട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആദ്യമായി ചെയ്യേണ്ടത് പോക്കുവരവ് അഥവാ മ്യൂട്ടേഷൻ ചെയ്യുന്നതാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ വസ്തു പഴയ ഉടമയുടെ പേരിൽ തന്നെ റവന്യൂ റെക്കോർഡിൽ തുടരാം. അതിനാൽ വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി ഭൂമി നിങ്ങളുടെ പേരിലേക്ക് മാറ്റണം. ഇതാണ് പോക്കുവരവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രധാന കാര്യം ഭൂമിയുടെ നികുതി നിങ്ങളുടെ പേരിൽ അടക്കാൻ തുടങ്ങുക എന്നതാണ്. ടാക്സ് റെസീപ്റ്റ് നിങ്ങളുടെ പേരിൽ ലഭിക്കുന്നത് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന പ്രധാന രേഖകളിൽ ഒന്നാണ്. അതിനാൽ വില്ലേജ് ഓഫീസിൽ പോയി ഭൂമിയുടെ നികുതി നിങ്ങളുടെ പേരിൽ അടക്കണം. മൂന്നാമത്തെ കാര്യം എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് വീണ്ടും എടുത്ത് പരിശോധിക്കുക എന്നതാണ്. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് എടുത്താൽ വസ്തു ശരിയായി നിങ്ങളുടെ പേരിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാൻ കഴിയും. നാലാമത്തെ കാര്യം ഭൂമിയുടെ അതിരുകൾ കൃത്യമായി ഉറപ്പാക്കുക എന്നതാണ്. സർവേ നമ്പർ, FMB സ്കെച്ച് എന്നിവ പരിശോധിച്ച് ആവശ്യമെങ്കിൽ സർവേ ചെയ്ത് ബൗണ്ടറി അടയാളപ്പെടുത്തണം. പിന്നീട് അയൽവാസികളുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത് സഹായിക്കും. അഞ്ചാമത്തെ പ്രധാന കാര്യം എല്ലാ രേഖകളും സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നതാണ്. സെയിൽ ഡീഡ്, ടാക്സ് റെസീപ്റ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്കെച്ച് തുടങ്ങിയ രേഖകളൊക്കെ ഫയലാക്കി സൂക്ഷിക്കുന്നത് ഭാവിയിൽ ലോൺ എടുക്കുമ്പോഴും വിൽക്കുമ്പോഴും വളരെ സഹായകരമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഭൂമി വാങ്ങിയതിനു ശേഷം പോക്കുവരവ് ചെയ്യുക, ടാക്സ് അടക്കുക, പരിശോധിക്കുക, ബൗണ്ടറി ഉറപ്പാക്കുക, രേഖകൾ സൂക്ഷിക്കുക എന്നിങ്ങനെ ഈ 5 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. ഇത്തരത്തിലുള്ള പ്രധാന നിയമ സാമ്പത്തിക വിവരങ്ങൾ അറിയാൻ കാരുണ്യ ഫിനാൻസ് മീഡിയ ചാനൽ പിന്തുടരുക.